നിങ്ങൾക്ക് എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ മനസ്സിലാവും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ചാലുള്ള അവസ്ഥ. ഞാൻ രണ്ട് കാര്യങ്ങളാണ് എൻ്റെ മനസ്സിൽ ഷെയർ ചെയ്യാൻ തോന്നിയത്. ഒന്ന്, ജീസസ് യൂത്തിൽ വന്ന് ധാരാളം ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും ജീവിതം, ചേട്ടന്മാരും ചേച്ചിമാരും മാത്രമല്ല, പ്രത്യേകിച്ച് വൈദികരും സിസ്റ്റേഴ്സും എല്ലാം പള്ളിവാസനൊക്കെ മുമ്പിൽ തന്നെ ഉണ്ട്. ധാരാളം ഫാമിലി ആയിട്ടുള്ള ആൾക്കാരുടെ ജീവിതം കണ്ടപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഈ മുന്നേറ്റത്തോടും കത്തോലിക്ക സഭയോടും അതിലെല്ലാം ഉപരി കർത്താവിനോടുമുള്ള കമ്മിറ്റ്മെൻറ്റിൽ നിന്ന് പുറകോട്ട് പോകരുതെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. എൻ്റെ വിവാഹത്തിൻ്റെ സമയത്തും ഞാൻ ആകെ എൻ്റെ ഭാര്യയോട് സംസാരിച്ച ഒരു ഡിമാൻഡും അത് മാത്രമേ ഉള്ളൂ. എനിക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞതിനേക്കാളൊക്കെ ഭംഗിയായിട്ട് എൻ്റെ ഭാര്യ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് വർഷങ്ങളായിട്ട് എനിക്കിങ്ങനെ തുടരാൻ പറ്റുന്നത്. ഈ നാളുകളിലൊക്കെ ഞാൻ വീട്ടിൽ പോകാറില്ല. പക്ഷെ എൻ്റെ പിള്ളേരെയും ഭാര്യേനെയും ഈ കോൺഫറൻസിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് അടുത്ത് കാണുന്നത് ഈ സ്റ്റേജിൽ ഇങ്ങനെ ഒരു വേദി ഉണ്ടാക്കിയത് കൊണ്ടാണ്. അതിന് ഫാമിലി സ്ട്രീമിന് ഞാൻ നന്ദി പറയുന്നത്. അവർ ഫുള്ളി ഇൻഡിപെൻഡൻ്റ് ആണ്. ഇവിടെ വരുന്ന പോകുന്നതിനോ ഒന്നിനും അവരൊന്നും ചെയ്യുന്നില്ല. ഇപ്പം ഞാൻ എൻ്റെ ഭാര്യയോട് ചോദിക്കുന്നത്, നീ ടീഷർട്ട് എങ്ങനെ മേടിച്ച, പിള്ളേർക്ക് പൈസ എവിടെന്നാന്ന് ചോദിച്ചു. അപ്പോൾ ആരോടോ കടം മേടിച്ചിട്ട് അവൾ മേടിച്ചതെന്നാണ് പറഞ്ഞത്. കാരണം ഭർത്താവിനെ ഫോൺ വിളിച്ചാൽ പോലും കിട്ടില്ല. എന്തായാലും ഞാൻ പറഞ്ഞു വന്ന ഒറ്റ കാര്യം, എൻ്റെ റിക്വസ്റ്റ് ഇത് മാത്രമാണ് നിങ്ങളോടെല്ലാം. ഇവിടെ ഇരിക്കുന്ന നിങ്ങളെപ്പോലുള്ള ആളുകൾ ഇപ്പോൾ നമ്മളുടെ മുന്നേറ്റത്തിലേക്ക് കടന്നു വന്ന് നമ്മൾ പന്തലിൽ കാണുന്ന ആ ഒരു ജനറേഷൻ യുവതലമുറയുടെ അടുത്തേക്ക് നിങ്ങൾ ഇറങ്ങി ചെല്ലുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ചെറുപ്പക്കാരുടെ വളർച്ചയിൽ എന്ത് സങ്കടം ഉണ്ടെങ്കിലും അവരെ ക്രിട്ടിസൈസ് ചെയ്യാനോ അവരെ കുറിച്ച് പരാതി പറയാനോ നിങ്ങൾക്കൊരു അർഹതയില്ല. മറിച്ച് നിങ്ങൾ ഇറങ്ങിച്ചെന്നാൽ നമ്മളുടെ ഇപ്പോഴത്തെ തലമുറ നിങ്ങളെക്കാൾ കമ്മിറ്റ്മെന്റ് ഉള്ളവരായി, നമ്മളെക്കാൾ കമ്മിറ്റ്മെന്റ് ഉള്ളവരായി അവർ മാറും എന്നെനിക്ക് ഉറപ്പാണ്. അതിന് നിങ്ങൾ ഒരു രീതിയിലും മടി കാണിക്കരുത്. ഇനി എനിക്ക് ആവേശം കൂടും. അതുകൊണ്ട് എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ മൈക്ക് കൊടുക്കുക. എൻ്റെ പേര് ദീപ. ഞാൻ ഹൗസ് വൈഫാണ്. ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി എൻ്റെ ഭർത്താവ് ഓടി നടക്കുന്ന എനിക്ക് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്. മുഴുവൻ സപ്പോർട്ട് ഞാൻ അതിനു വേണ്ടി കൊടുക്കുന്നുമുണ്ട്. അവള് പള്ളിവാസനത്തിൻ്റെ അടുത്ത് കുമ്പസാരിച്ചോളൂ. താങ്ക് യു റൈജു, താങ്ക് യു ദീപ, സത്യമൊക്കെ വിളിച്ച് പറഞ്ഞതിന്. ഒന്നെനിക്ക് പറയാനുള്ളത്, ദീപ പറഞ്ഞു ദീപ റൈജുവിനെ വിളിച്ചാൽ ഫോണിൽ കിട്ടാറില്ല. സെയിം തിങ് വിത്ത് us also here. He is so busy handling all the departments. I don't know if I should tell you this, but yesterday when I called him in the morning, I asked him where you are. They said we are in the septic tank. I don't know if you understood. Raiju was inside the septic tank. You know for what? അപ്പം ഇതുപോലെ ഇതിനും ഇറങ്ങി ഓടി നടന്ന് ചെയ്യുന്ന കുറേ പേരാണ് ഇവിടെ നിൽക്കുന്നവരും എല്ലാവരും. കുറേ ഈ റൈജു പറഞ്ഞ മുതിർന്ന തലമുറയിലുള്ളവർ. പക്ഷെ നമ്മുടെ യുവജനങ്ങൾ, ഈ ചെറിയ തലമുറ, there are lot of lackings, there are lot of shortcomings. പക്ഷെ നമ്മളാണ് ഇവർ ഇറങ്ങിപ്പോയി അവരെ കൈ പിടിച്ച് തിരുത്തേണ്ടത്, ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റാൻഡിങ് അറൗണ്ട് ലൈക്ക് ദാറ്റ്. സോ ഐ തിങ്ക് ദാറ്റ് ഇസ് എ ബിഗ് റോൾ ദാറ്റ് വി ഹാവ് ടു ഡു. ആൻഡ് ഇന്ന് ഉച്ച കഴിഞ്ഞ് വൈകിട്ട് രാത്രി അത്രയും സമയമേ മാത്രം നമുക്ക് ഉള്ളൂ. റൈജു പറഞ്ഞത് വളരെ ഒരു വെരി